ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനുണ്ട് എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടേക്കാണ്. 2026 ഫെബ്രുവരി 14 ബോർഡ് എക്സാം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം അത്രമേൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പഠനം ഈസിയാക്കി മാറ്റണം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടുന്നതിന് വേണ്ടി സൈലം ആരംഭിച്ച ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര ബാച്ച്. അസ്ത്ര ബാച്ചിനകത്ത് ക്ലാസ്സുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാന്ന് വളരെ വ്യക്തമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ചാപ്റ്ററിനെ ഒരുപാട് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ പാഠം റിയൽ നമ്പേഴ്സ്. നമ്മൾ റിയൽ നമ്പേഴ്സിനെ ഒരുപാട് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് ആദ്യമായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എടുക്കുന്നു. ഫസ്റ്റ് ടോപ്പിക് പഠിച്ചു, ആ കാണുന്ന ക്ലാസ്സുകൾ എല്ലാം തന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. ആൻഡ് ദെൻ അതിന്റെ PYQ ചെയ്തു, അതിന്റെ NCERT ബുക്കിനകത്തുള്ള എല്ലാ ചോദ്യം ചെയ്യുന്നു. സോ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ NCERT ക്വസ്റ്റൻ ആയിക്കോട്ടെ, PYQ ആയിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ക്ലാസ്സിൽ വെച്ച് തന്നെ. ഓരോ ക്ലാസ്സിന് ശേഷം നമ്മൾ വ്യക്തമായിട്ടുള്ള DPPs നിങ്ങൾക്ക് നൽകും. സംശയമുണ്ടാകും, എന്താണ് DPP? ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഏത് വിദ്യാർത്ഥിക്കും ഏറ്റവും അധികം ഡിഫിക്കൽട്ടായ ഭാഗമാണ് MCQ. ബോർഡ് എക്സാമിന് 20 ക്വസ്റ്റ്യനാണ് MCQ ഉണ്ടാവുക. ഒരു ക്ലാസ് കഴിയുന്നു, ഈ കാണുന്ന ക്ലാസ്സിന് വേണ്ടിയുള്ള കറസ്പോണ്ടിങ്ങിൽ DPPs നിങ്ങൾക്ക് DPP സെക്ഷനിൽ അവൈലബിൾ ആവുന്നതാണ്. സോ ക്ലാസ്സിന് ശേഷം നമ്മൾ ക്ലാസ്സിനകത്ത് NCERT ക്വസ്റ്റ്യൻസും PYQs ചെയ്യും. ആൻഡ് ദി നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് DPP അവൈലബിൾ ആവും. ഇപ്പോൾ എല്ലാ മക്കളും എല്ലാ കാര്യങ്ങളും ക്ലാസ്സിനകത്ത് അത് ഗംഭീരമായിട്ട് പഠിച്ചു. NCERT ക്വസ്റ്റ്യൻ പഠിച്ചു, PYQ പഠിച്ചു, DPP ചെയ്തു, എല്ലാം തന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് മാത്രം മതിയോ എന്ന്. ഇത് മാത്രം പോരാ, ഇതിന് പുറമെ ഒന്നും കൂടി ആവശ്യമുണ്ട്. മറ്റൊന്നുമല്ല, എക്സാമിനേഷൻ. നിങ്ങൾക്ക് വേണ്ടി ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ, മൊഡ്യൂൾ എക്സാമിനേഷൻ എല്ലാം തന്നെ സൈലം കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യം ഉണ്ടാകും, എന്താണ് മൊഡ്യൂൾ എക്സാമിനേഷൻ? നമ്മൾ കോഴ്സ് സിലബസിനെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് 4 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യ 4 പാഠമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ. ആദ്യ 4 പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിനേഷൻ നടക്കുന്നതാണ്. അതാണ് സൈലത്തിന്റെ മൊഡ്യൂൾ എക്സാമിനേഷൻ. സൈലത്തിന്റെ ഓരോ എക്സാമും എങ്ങനെയാണ് CBSE ബോർഡ് എക്സാം ഉണ്ടാവുക, അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ എല്ലാ മക്കൾക്കും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ സംശയമുണ്ട്, വേറെ ഒന്നല്ല, ഒരു ദിവസം ക്ലാസ് മിസ്സായി പോയി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കാണുന്ന ക്ലാസ് വീണ്ടും കാണാൻ വേണ്ടി സാധിക്കുമോ? മക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈലം ലേണിംഗ് ആപ്പിനകത്ത് അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ ലോങ് ഫുള്ളി കാണുന്ന ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഇന്ന് നടന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം പിന്നീട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കാണുന്ന ക്ലാസ് വീണ്ടും കണ്ട് എല്ലാ ഭാഗവും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പുറമെ സൈലത്തിന്റെ ഷോർട്ട് നോട്ട്സ് മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻസ്റ്റാളർ, മൈൻഡ് മാപ്പ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാ മക്കളും എത്ര വേഗം തന്നെ സൈലം ലേണിംഗ് ആപ്പിനെ ജോയിൻ ചെയ്യും. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഒന്നിച്ച് തന്നെ ഫുൾ മാർക്കിലേക്ക് നടന്നു ചെയ്യാം. ക്ലാസ്സിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മാർച്ച് 1 തീയതിയാണ് ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. സോ സീ യു ഓൾ ദർ ഇൻ അവർ അസ്ത്ര ബാച്ച് and signing off of Nasaka from Xylem Learning.